ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. ഒരു പക്ഷെ വ്യൂസ് ഒന്നും കിട്ടുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂ എല്ലാവരും കണ്ടു കഴിഞ്ഞു. പക്ഷെ ഞാനിത് കണ്ടപ്പോൾ തൊട്ട് എന്തെങ്കിലും ഈ വീഡിയോ സംബന്ധമായിട്ടൊന്ന് ചെയ്യണമെന്ന്, അത് ഓരോരുത്തർക്കും ഒരു മനസ്സിന്റെ ഒരു ഇഷ്ടമുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ മനസ്സിന്റെ ഒരു ഇഷ്ടത്തിന്. ഒരുപക്ഷെ വ്യൂസ് ഒന്നും കിട്ടുകയില്ല. നിങ്ങൾ ഇതിനോടകം ഇത് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പൊ ഒന്ന് ആരെക്കുറിച്ചാ പറയുന്നറിയാം. തൂവാനം തുമ്പികൾ എന്ന സിനിമയിലെ മണ്ണാർത്തുടിയിലെ ജയകൃഷ്ണനെ പറ്റി. ആ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം ഒറിജിനലായിട്ടുള്ള ആളാണ് എന്ന് നിങ്ങൾക്കറിയാലോ. ഉണ്ണി മേനോൻ എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരുള്ളതാണ്. അങ്ങേരുടെ ആ സ്വഭാവങ്ങളും ആ കഥാപാത്രം അങ്ങനെ തന്നെ അതേപോലെ അതിലും മനോഹരം എന്ന് പറയുന്ന പോലെ ജയകൃഷ്ണൻ യഥാർത്ഥ ഉണ്ണി മേനോൻ കണ്ടിട്ട് പോലും അതിശയിക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ അവതരിപ്പിച്ച ചെറിയ ചെറിയ മാനരസങ്ങൾ വരെയും അതുപോലെ പത്മരാജൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതാണ് കാര്യം. അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. എന്നാൽ അതിലുപരി അഭിനയത്തിന്റെ മികവ് കൊണ്ട് യഥാർത്ഥ ആളെ പോലും ഞെട്ടിച്ച ഒരു രീതിയാണ്. അപ്പം യഥാർത്ഥ വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. രണ്ടുപേരോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. ലാലേട്ടനും യഥാർത്ഥ വ്യക്തി ജയകൃഷ്ണനും കൂടെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഇന്റർവ്യൂ കണ്ട അതിന്റെ താഴെ വന്ന കമന്റുകളിൽ അധികം പേരും കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകാന്നുള്ള വിചാരത്തിൽ തുടങ്ങിയതാണ് ഈ ഇന്റർവ്യൂ കാണാൻ. പക്ഷെ എന്തുകൊണ്ടോ തീരുന്നിടം വരെ ഇരുന്നു എന്ന് പറയും. അതാണ് ആ സിനിമ പോലെ തന്നെ ഇവരുടെ ഇന്റർവ്യൂ നമ്മൾ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു ഇതിന്റെ. അപ്പൊ എന്താണ് ആരാണെന്നൊക്കെ ഒന്ന് കാണാവേ. പത്മരാജൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടും എൻ്റെ കാര്യങ്ങളും അടുപ്പം മനസ്സിലാക്കി വെച്ചിട്ടും പത്മരാജൻ എൻ്റെ സ്വഭാവവിശേഷങ്ങളെ വളരെ സൂക്ഷിച്ച് അനലൈസ് ചെയ്തിട്ടാണ് ജയകൃഷ്ണൻ എന്നൊരു ക്യാരക്ടർ സൃഷ്ടിച്ചെടുത്തത്. എൻ്റെ പല സ്വഭാവ ചേഷ്ടകളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മോഹൻലാൽ അത് അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എനിക്ക് മനസ്സിലായത്. ഇത്ര അനായാസമായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മൈനസ് ആക്ടിങ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് സിനിമയിൽ പറയും. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ മൈനസ് ആക്ടിങ്ങിൻ്റെ അംശം വരെ മോഹൻലാൽ സമർത്ഥമായി ആയാസരഹിതമായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ചില ക്യാരക്ടേഴ്സ് ചില സമയത്ത് ക്ഷിപ്രകോപം ഉണ്ടായി വരും. ചില സമയത്ത് എല്ലാവർക്കും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഓടിപ്പാഞ്ഞു പോയി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കും. അവിടെ വേറൊരു മുഖമാണ് എനിക്കുള്ളത്. അവിടെ വളരെ സാത്വികമായൊരു മുഖമാണുള്ളത്. അമ്മ, കുട്ടികൾ, വീട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട്. പിന്നെ ഡ്രൈവർ, വീട്ടിലുള്ള അങ്ങനെയുള്ള ആളുകളോട് വേറൊരു തരത്തിലാണ്. തൃശ്ശൂർ വരുമ്പോൾ സുഹൃത്തുക്കൾക്ക് അവർ വേറൊരു രൂപമാണ് കാണുക. ഇങ്ങനെ ഒരു തരം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി മനോഹരമായിട്ട് അത് വേണ്ട പോലെ യോജിച്ച് ചേർത്തിട്ട് അത് സമരസപ്പെടുത്തിയിട്ട് പത്മരാജൻ ആ ക്യാരക്ടർ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതാണ് ഞാനും ജയകൃഷ്ണനും തമ്മിൽ ഉള്ള ഒരു അഭേദ്യമായ ബന്ധം എനിക്ക് സൃഷ്ടിച്ചെടുക്കാൻ കാരണം. ഇയാളായിരുന്നു മണ്ണാറത്തൊടി ജയകൃഷ്ണൻ. ശരിക്കും ഡബിൾ വ്യക്തിത്വം എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഡബിൾ അല്ല ട്രിപ്പിൾ വ്യക്തിത്വം. ശരിയല്ലേ? തനി ഗ്രാമത്തിലെ വീട്ടിലെ നല്ലൊരു സഹോദരനും മകനും എല്ലാം ആയിട്ട് കഴിഞ്ഞ ഗ്രാമത്തിലെ പാടത്ത് പണിയെടുത്ത് കൂട്ടുകാരോടൊപ്പം കഴിയുന്ന ആ ഒരു മനുഷ്യൻ തിരിച്ച് തൃശ്ശൂർ ടൗണിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് നേരെ വിപരീതമായിട്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന പോലത്തെ ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ശരിക്കും ഒരു പുരുഷന്റെ ഒരു എന്തുകൊണ്ടോ ഈ സിനിമ ഇത്രയും നെഞ്ചിലേക്ക് ഏറ്റ് പത്മരാജൻ എന്ന സംവിധായകന്റെ കഴിവ് അതൊരു സൈഡ്. എന്നാലും അതിന്റെ അകത്ത് പുരുഷന്മാരുടെ ചിലരുടെയെങ്കിലുമൊക്കെ ക്യാരക്ടർ വരുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഈ ഡബിൾ വ്യക്തിത്വം പുരുഷന്മാർക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഉണ്ട്. എനിക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവരും ഈ സിനിമ വളരെ നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി വാശി പിടിക്കുന്നു. എന്റെ വാശിക്ക് നിന്ന് തരുന്ന അച്ഛനാണ് എനിക്ക്. അതുകൊണ്ട് അപ്പൊ ഒന്ന് ആ സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞ് ഈ സിനിമ കാണാൻ പോകുന്നു. തിയേറ്ററിൽ പോകുന്നു. തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞിട്ടേ ഈ സിനിമ നല്ലതെന്ന് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അന്നത്തെ ചെറുപ്രായത്തിൽ ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ക്ലാരയും ജയകൃഷ്ണനോടെ ആ കടൽ തീരത്ത് കിടന്ന് ഉരുണ്ട് പിടച്ചു പാട്ട് സീൻ ഉണ്ടല്ലോ. ആ പാട്ട് സീൻ വന്നപ്പോഴത്തേക്കിന് എന്റെ അമ്മയുടെ നോട്ടത്തിൽ ഏപ്പടം കാണിക്കാൻ കൊണ്ടുപോയെന്ന് അമ്മ പറയുന്നത്. ഇതാരാടി നല്ല സിനിമയാന്ന് പറഞ്ഞ് ഇത് ഏപ്പടം അല്ലേന്ന് ചോദിക്കുന്നത്. ആ കാലത്തൊക്കെ അങ്ങനെ ഏപ്പടം എന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു പടം ഇറങ്ങില്ല. ഇത് അങ്ങനത്തെ പടമാന്ന് പറഞ്ഞ് എന്റെ പൊന്നെ ഒരാഴ്ചയിലേറെ ഞാൻ ചീത്ത കേട്ടിട്ടുണ്ട് അതിന്റെ പുറത്ത് വീട്ടിൽ വന്നത്. ഞാൻ ഇന്നാൾ അമ്മയോട് എന്ന് പറഞ്ഞു, ഇപ്പൊ ഈ തൂവാനം തുമ്പികൾ എന്ന സിനിമ ഒരു കാവ്യം പോലെ ആൾക്കാർ എടുത്തിരിക്കുന്നത്, ഹൃദയത്തിലോട്ട് ചേർന്ന് വെച്ചിരിക്കുന്നത്. 500 തവണ കണ്ടവരുണ്ടെന്ന് ലാലേട്ടൻ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ താഴെ കമന്റ് ബോക്സിലുണ്ട്, ലാലേട്ട ഞാനിത് 1000 തവണ കണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ജയകൃഷ്ണനെയൊക്കെ അങ്ങ് ആവാഹിച്ചിരിക്കുകയാണ്. അതുപോലെ ക്ലാര. ഇതിൻ്റെ അകത്ത് വേറൊരു സംശയമുണ്ട്. ആൾക്കാർ പറയും
ക്ലാര എല്ലാരും ഇത്ര പൊക്കിപ്പിടിക്കുന്നത് എന്തിനാ? ചിലർ റിയാലിറ്റി സംസാരിക്കുന്നവരുണ്ട്. ക്ലാര ആരാ? ഒരു അവിഹിതമല്ലേ? ശരിക്കും പറഞ്ഞാൽ അവിഹിതമല്ലേ? ക്ലാര ആരാ ഇത്ര പൊക്കിപ്പിടിക്കാതിരിക്കുന്നത്? ശരിക്കും റിയൽ ലവ് ആരുടെയാ? രാധയുടെ അല്ലേ? രാധ ഇപ്പൊ ആരാന്നറിയോ? ഉഷാ മേനോൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വൈഫാണ് ഉഷാ മേനോൻ. ഇപ്പോഴും കൂടെയുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ട്രാജഡി നടന്നിട്ടുണ്ട്, മക്കൾ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോഴും നല്ല ഇദ്ദേഹത്തിന് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ ഞാൻ കേൾപ്പിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 87 വയസ്സുള്ള ഇദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ക്ലാരിറ്റി. പിന്നെ ഒരു കവിതയൊക്കെ ചൊല്ലുന്നുണ്ട്, എന്റെ പൊന്നു, വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെ. അതായത് മറ്റുള്ള മനുഷ്യരിൽ നിന്നൊരു വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം. ആ സിനിമ അത് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക, ജീവിതം ആഘോഷമാക്കുക എന്നൊക്കെയുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. ശീലം ആണ് കാണിച്ചത്, സെലിബ്രേഷൻ. ഈ നിമിഷം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല, ആറ്റിറ്റ്യൂഡിനൊന്നും മാറ്റം വന്നിട്ടില്ല ഒരിക്കലും. അതിനെക്കുറിച്ച് മുമ്പ് ചെയ്തതിൽ ചില തെറ്റുകളുണ്ടോ അതൊന്നും പ്രശ്നമല്ല, തോന്നിയിട്ടില്ല എനിക്ക്. വീട്ടിൽ പക്ഷെ വേറൊരു മുഖം കാണിക്കും, നഗരത്തിൽ വേറൊരു മുഖം കാണിക്കും. അതാണ് ആ ഡബിൾ പ്രശ്നം. ഡബിൾ ചിലപ്പോൾ ട്രിപ്പിളുമായിട്ട് മാറുന്നത്. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗം വരുന്നത്, ഈ ഋഷിയെ മുറിയുടെ ഉള്ളിലാക്കിയിട്ട് താങ്കൾ നടന്നു വരുന്നൊരു ഭാഗമുണ്ട്. അത് എൻ്റെ മനസ്സിൽ പോവില്ല, അത്ര ഗംഭീരമായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള, അതെനിക്ക് വളരെ ടച്ചിങ് ആയി തോന്നി. കാരണം അത് പത്മരാജനും കണ്ടിട്ടുണ്ട്, ആ സീൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം, അത്ര അസലായിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഏത് സീനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ, അല്ലെ നമ്മളുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന സീൻ, എല്ലാവരുടെയും ഏകദേശം ഒരു സീനായിരിക്കും. ഏതാണ്? ക്ലാര വന്നിട്ട് ആ ട്രെയിനിൽ നിന്നിട്ട് ലാസ്റ്റത്തെ സീൻ, അല്ലെ? ലാസ്റ്റ് സീനില്ല യാത്ര പറഞ്ഞു പോകുന്നു, ജയകൃഷ്ണന്റെ നോട്ടം, രാധ മറിഞ്ഞു നിന്ന് നോക്കുന്നതും, ഇതൊക്കെയല്ലേ ആ സീനാണ് ശരിക്കും മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ പോലെ ടൗണിൽ വന്നു കഴിയുമ്പോൾ, തൃശ്ശൂർ ടൗണിൽ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് മറ്റൊരു സ്വഭാവമായി മാറുന്നതിന്റെ, അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നാട്ടില്, നമ്മുടെ നാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത്. അതായത് നാട്ടിൽ വളരെ മാന്യമായിട്ട് നല്ല മാന്യതയുള്ള പെൺകുട്ടി, അവള് തന്നെ ടൗണിൽ വന്നു കഴിയുമ്പോൾ അവള് ചെയ്യുന്ന ജോലി എന്താ? വേറെ വൃത്തികെട്ട പണിയാണ് ചെയ്യുന്നത്. അത് ആ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്കല്ലേ അശോകനെ പറഞ്ഞു വിടുന്നത്. അപ്പൊ എന്നിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ലാലേട്ടന്റെ ഒരു നിപ്പുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു മനസ്സങ്ങളായിരിക്കുമല്ലോ കാണിച്ചിരിക്കുന്നത്, അടിപൊളിയാണ്. പക്ഷെ അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. ആ കൂടെ പറഞ്ഞതല്ല, ഇപ്പോഴും പെൺകുട്ടികൾ അങ്ങനെയാണ്. വളരെ ഗ്രാമപ്രദേശത്തുനിന്ന് എറണാകുളം, ബാംഗ്ലൂര് അവിടെയൊക്കെ പോയിട്ട് ഇതേപോലെ തോന്നിയാസ ജീവിതം തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് പണ്ടതിനെക്കാട്ടും അമ്പലത്തിൽ പൂവും പ്രസാദവും ഒക്കെ ആയിട്ട് അമ്പലത്തിലും ഒക്കെ പോകുന്ന ഗ്രാമീണ സുന്ദരിയായ പെൺകുട്ടിയായിട്ട് ഈ ജയകൃഷ്ണൻ അവതരിപ്പിച്ച കഥാപാത്രത്തിനെക്കാട്ടും മാറ്റമുള്ള പെൺകുട്ടികൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ബാക്കി കേൾക്കാം. അപ്പൊ അതിൽ ഏത് സീനാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് സിനിമ കണ്ടുവന്നപ്പം ചില സീനുകൾ മനസ്സിൽ പതിവില്ല, ഏത് സീനാണ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞ വിഭാഗങ്ങൾ ഉള്ളത്. പിന്നെ ഈക്വലി മറ്റേ സുഹൃത്തുക്കളായിട്ടുള്ള ഇത്, നഗരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞതായാലും വേണ്ടില്ല, അപ്പുറത്ത് ആട്ടുനില വാങ്ങിക്കാൻ പോയിട്ട് ഇതൊക്കെ നടന്ന സംഭവങ്ങൾ. അങ്ങ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി തന്നിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തുകൊണ്ടാണ് അത് അത്രയും എഫക്റ്റീവായിട്ട് വന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ കൂട്ടുകാരെ, സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞു അത് കണ്ടു കഴിഞ്ഞിട്ട്? സുഹൃത്തുക്കൾ ദുബായിൽ. പിന്നെ ഞാൻ ഈ അടുത്ത് ഇതൊരു ക്ലാരയുടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര മഹത്വവൽക്കരിക്കുമെങ്കിലും അതൊരു ചെറിയ എന്താണ് വേണമെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയാം. ഇപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധമില്ല, എന്നാലും ഈ അടുത്ത് കേട്ട അവിഹിതത്തിന് ഒരാള് ഏറ്റവും നല്ലൊരു നിർവചനം, അതായത് നമ്മൾ ഈ അവിഹിതം എന്ന് കേൾക്കുമ്പോഴത്തേന് നമുക്കറിയാവുന്ന അവിഹിതം ഭർത്താവിനെ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലും ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന ഇതേപോലത്തെ വിവരദോഷിയായ സ്ത്രീകളെ പറ്റിയാണ് നമ്മൾ അറിയുന്നത്. മക്കളെ ഉണ്ടായതിനെ കൊന്നേച്ച് വരെ പോരുന്ന അവിഹിതങ്ങളെ കുറിച്ച്. അതല്ലാതെ ഒരാൾ അവിഹിതത്തിന് പുതിയ അർത്ഥം കൊടുത്ത ഒരു വാചകം ഞാൻ വായിക്കാനിടയായി. അതായത് താലിച്ചരടിനാൽ വേദന അനുഭവിച്ചു കഴിയുന്ന, അല്ലെ പീഡനം അനുഭവിച്ചു കഴിയുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു മോചനമാണെന്ന് അവിഹിതം. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീകൾക്കും ആകാം പുരുഷന്മാർക്കും ആകാം അവിഹിതം. ഇപ്പൊ ഭാര്യയാൽ പീഡനമോ അല്ലെ മാനസിക വിഷമം അനുഭവിക്കുന്നു, അല്ലെ ഭർത്താവിനാൽ വിഷമിക്കുന്നു, അതായത് കല്യാണം കഴിച്ചതിന്റെ പേരിൽ, ആ താലി വെച്ചതിന്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് കഴിയുന്നവർക്ക് അവരെ രക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഈ അവിഹിതം. പുതിയ ഞാൻ അന്നേരം ഓർത്ത് കേട്ടോ, ആഹാ കൊള്ളാലോ, പുതിയ
കണ്ടുപിടുത്തമായല്ലോ എന്നൊക്കെ. അപ്പൊ ബാക്കിയൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഉഷ എന്നാണ് ഈ പേര് രാധ കഥയിൽ നടന്നു പോകുമ്പോൾ ഞാൻ വരികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലൊരു ചില വരികൾ, മോഹനൻ്റെ വരികളൊക്കെ ഉള്ളിൽ തട്ടുള്ള നിശ്ചലങ്ങളായ നിശാവേളകളിൽ അവളുടെ കത്തും മാറോടടുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആകാശത്ത് നോക്കി മലർന്നു കിടന്നിരുന്നു. ആകാശ മൈതാനത്തിൻ്റെ കോണിൽ ഒരു ചന്ദ്രക്കലയും നക്ഷത്രദേവതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കവി പറഞ്ഞ വാക്കുകൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. ആ ചന്ദ്രനും നക്ഷത്രവുമായി പ്രേമത്തിലാണ് തീർച്ച. പ്രേമത്തോടൊപ്പം ഇന്നും ദുഃഖമുണ്ടാകുന്നു. നോക്കൂ, ആ ചന്ദ്രകല വിളറി വിളറി വരികയാണ്. ഇനി അവനെ കാണാൻ അവിടെ ഓടിയെത്തുന്ന ഈ നക്ഷത്ര കന്യക അവൻ്റെ ശൂന്യമായ സിംഹാസനം കണ്ട് വിതുമ്പി കരഞ്ഞു നിൽക്കും. അവനോ ക്ഷയിച്ച് മറഞ്ഞു മാഞ്ഞിരിക്കും. പ്രേമനിർഭരമായ ഒരു ഹൃദയത്തിന് മാത്രം അറിയാവുന്ന വേദനയോടെ മന്ദമായി ഞാൻ ആശിപ്പിക്കട്ടെ, മിണ്ണിൻ്റെ പൈതലേ, മണ്ണിൻ്റെ മകനായ ഞാൻ നിന്നോട് സഹതപിക്കുന്നു. എന്നാൽ ആകാശത്ത് വീണ്ടും പൗർണമി ഉദിക്കും. നീലമിഴികളിൽ നീർപ്പളുങ്കുമായി ആതിരത്താരം കാത്തു നിൽക്കുകയും ചെയ്തേക്കാം. പക്ഷെ ഭൂമിയിൽ മാത്രം പൊയ്പോയ വസന്തങ്ങൾ തിരിച്ചെത്തുന്നില്ല. കൊഴിഞ്ഞുപോയ പൂവുകൾ വീണ്ടും വിരിയുന്നതുമില്ല. ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വരി ഇതിപ്പോഴും ഓർത്തിരിക്കുകയല്ലേ, ഉള്ളിലുള്ള ബ്ലഡിലുള്ളതാണ് അതൊക്കെ. അപ്പൊ ഈ നിലയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് കണ്ടോ, ബ്ലഡിൽ അലിഞ്ഞിരിക്കുകയെന്ന് പറയും. 87 വയസ്സുണ്ടെന്ന് ഓർക്കണം. എപ്പോഴും ആ പറഞ്ഞു പോയത് കേട്ടോ. ആ ഉഷ എന്ന് പറയുന്നത് രാധ, അതായത് പാർവതി അവതരിപ്പിച്ച ആ ഒരു വ്യക്തി, പാർവതി അവതരിപ്പിച്ച ആ കഥാപാത്രം, അവരാണ് ഉഷ മേനോൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വൈഫ്. ഇവരും പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്. അന്നത്തെ കാലത്ത് പത്മരാജനും പ്രണയമുണ്ടായിരുന്നു, ഇവർക്ക് ജയകൃഷ്ണനും പ്രണയം ഉണ്ടായിരുന്നു, അതൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം ഏതോ ഒരു, ഞാൻ ഇന്നിപ്പോ എവിടെയോ കണ്ടു, ഈ ഒരു തോർത്ത് ഓരോ വട്ടം കാണാൻ പോകുമ്പോഴേ ഓരോ തോർത്ത് മേടിക്കും, എന്നിട്ട് ആ തോർത്ത് കൊണ്ട് റൂമിൽ ഇടുമെന്നോ, ആ ഒരു സീനൊക്കെ അതേപടി സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ പോയി വരുന്നത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പത്മരാജൻ എടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിന്റെ ഇത്രയും ഭാഗം നിങ്ങൾ ബാക്കി പോയി താല്പര്യമുള്ളവർ കാണുക, ഇതൊക്കെ ആസ്വദിക്കാൻ കഴിവുള്ളവർ കാണുക. അപ്പം ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് തന്നെ തോന്നില്ലേ? ആ കവിതയൊക്കെ ചൊല്ലിയതുണ്ട്. അതുപോലെ സംസാരം, 87 വയസ്സുണ്ടായിട്ട് എന്തോ ഒരു ക്ലാരിറ്റിയിലും ഒക്കെയാണ് സംസാരിക്കുന്നത്. ആ ഒരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടല്ലേ, കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായമാണോ? അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.